ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ കപ്പ ബിരിയാണി എന്നാണോ പറയണത്? നമ്മുടെ എല്ലും കപ്പയും കൂടി ഇറച്ചിയും ഒക്കെ കൂടിയിട്ട് ഉണ്ടാക്കണേനെ പറയണതാണ് കപ്പ ബിരിയാണി എന്നാണ് കേട്ടോ പറയണത്. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുവാണ്. അപ്പം അമ്മ കപ്പയൊക്കെ ഇതുപോലെ കൊത്തി നുറുക്കി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നെയ്യും പിന്നെ എല്ലും പിന്നെ ഇറച്ചിയൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതിന് നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ബീഫിന്റെ ശ്വാസകോശമാണ് കേട്ടോ. ഇതിനെ പൂതാന്നാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ പറയണത്. അപ്പം ആ സാധനം ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി വറുത്തിട്ടാണ് കേട്ടോ ഇതിനകത്തുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ഇതുപോലെ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് കഴുകി എടുക്കാം, അതിൻ്റെ മണ്ണൊക്കെ പോകാൻ പാകത്തിന്. അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ വറുത്ത് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത്. നല്ലപോലെ ഇങ്ങനെ വറുത്തെടുക്കും. അപ്പോൾ അവിടെ പച്ചമണം ഒന്നും ഉണ്ടാവില്ല. വേറെ നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇതൊന്നും ചേർക്കല, എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ വെക്കണത്. അങ്ങനെ നമ്മൾ ഈ മറ്റേ എല്ലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. എല്ലിലേക്ക് ഇതുപോലെ അത് മസാല എല്ലാം കൂടി വറുത്തിട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കും. പുറത്ത് അടുപ്പിൽ നമ്മൾ കപ്പ അടുപ്പിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പ അടുപ്പിലും വെച്ചു. എല്ല് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതും റെഡിയാവും. അതിനകത്തേക്ക് എല്ലിനകത്തേക്ക് സവാള കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ അതിനകത്തേക്ക് തന്നെ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. അങ്ങനെ 2 സവാളയും കൂടി അതിനകത്ത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കുക്കറിനകത്ത് വെച്ചിട്ടൊരു 3-4 വിസിലടിക്കണേ. എന്നാലാണ് എല്ല് ശരിക്കും വേവുള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. പല സ്ഥലത്ത് പല രീതിയിലാണല്ലോ. ചിലർ വറുത്തരച്ചൊക്കെ ഇടുന്നതാണോ, തേങ്ങ വറുത്തരച്ചൊക്കെ ഇടുന്നതാണോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കപ്പ ഇതുപോലെ പുറത്തിരുന്ന് നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കുക്കറിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലിനെ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ ഇനി ഇത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലടിക്കട്ടെ. അത് അടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ല് വെന്ത് എല്ലാം നെയ്യും ഇതൊക്കെ ആയിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കൃഷിത്തോട്ടത്തിൽ ഉണ്ടായ തക്കാളിയാണ് കേട്ടോ. ഭയങ്കര വലിയ തക്കാളിയാണല്ലേ. നമ്മൾ നടുമ്പോഴേക്കും അങ്ങനെ നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ഇടറില്ലല്ലോ. നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തക്കാളി ഉണ്ടാവും. അങ്ങനെ കുക്കറിൽ 3-4 വിസിലടിക്കണ്ടേ. 3-4 വിസിലൊക്കെ അടിച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് കപ്പ വെന്ത് വരുമോ അന്നേരത്തേക്കും. കാരണം അടുപ്പിലിരിക്കണോണ്ട് കുറച്ചധികം സമയം എടുക്കുമല്ലോ. കപ്പ കുക്കറിലാണ് വെക്കണമെങ്കിൽ നല്ല വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അമ്മ ഇടയ്ക്ക് ഒന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അടുപ്പില്ല, അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു അടുപ്പ് സെറ്റപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. ആ അടുപ്പിലാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ പുറത്തൊരടുപ്പ് വേണമല്ലോ, ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയാലും നമുക്കൊരടുപ്പ് വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ കപ്പളങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഞാനിത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താട്ടോ വീഡിയോ ഞാൻ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കപ്പ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുന്നത് എടുത്തിട്ട് വെന്തോന്ന് നോക്കണ്ട. അടുപ്പിലായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്. അപ്പം അതങ്ങനെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പം അത് നമ്മുടെ കുഞ്ഞൂട്ടൻ അതുണ്ടായി കിടപ്പുണ്ട്. നമ്മുടെ വിറകടുപ്പിൻ്റെ തൊട്ട് വീട്ടിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നൊരു ക്യാമറ എടുത്തതാണ് കേട്ടോ. പിന്നെ എല്ല് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത് വന്നതുകൊണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ കപ്പ വെന്താൽ മാത്രം മതി. കണ്ട എല്ല് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നെയ്യും ആ എല്ലും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ എല്ല് മാത്രം ഇട്ടു അല്ലെങ്കിൽ ഇറച്ചി മാത്രം ഇട്ട് അത്രയും ടേസ്റ്റ് കിട്ടൂല. ഇതുപോലെ നമ്മൾ എല്ല്, നെയ്യ്, പിന്നെ നമ്മുടെ പൂതാന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ ശ്വാസകോശം, നമ്മുടെ അല്ല കേട്ടോ മറ്റേ ബീഫിൻ്റെ ശ്വാസകോശം, അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കപ്പ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. നല്ലപോലെ കുത്തി ഉടച്ചു കൊടുക്കണം. ഉടഞ്ഞു വന്നാലാണ് അത് നല്ല ഇതാവുള്ളൂ. അപ്പോൾ കപ്പ പുറത്ത് വെച്ചുകൊണ്ട് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടി കുഴഞ്ഞു കിട്ടും തോന്നുന്നു. നല്ലപോലെ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എല്ലേയും ഇത് വേവിച്ച് അതങ്ങനെ തന്നെ നമ്മൾ അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം
അത് അവിടെ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വിറകടുപ്പിലേക്ക് തന്നെ വെക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇത് നല്ലപോലെ അവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് അടുപ്പിലേക്ക് തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുപ്പിൽ കിടന്ന് ഒന്നങ്ങ് തിളച്ച് കുറുകി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി നേരം അടച്ചു വെച്ചൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. ആ കപ്പയിലേക്ക് കൂടി ആ മസാലയും ആ എള്ളിൻ്റെ നെയ്യും ഒക്കെ ഒന്നങ്ങ് പിടിക്കണോടം വരെ നമ്മളൊന്ന് അടുപ്പത്തൊന്ന് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതേ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു വാഴയില വെച്ചിട്ടൊന്നങ്ങ് മൂടി കൊടുക്കാം. മൂടി ഇരുന്നൊരു 5 മിനിറ്റ് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും കേട്ടോ. പിള്ളേർക്കൊക്കെ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കപ്പ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കപ്പയും മീൻകറി അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നാകുമ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ടൊരു രസമാണല്ലോ. വെക്കേഷനിലുള്ള ഓരോ പരിപാടികളാണ് കേട്ടോ അതൊക്കെ. അല്ലെങ്കിലും ഇതിൻ്റെ മിക്കവാറും അങ്ങനത്തെ ഉണ്ടാക്കും. ഇങ്ങനെ ഈ എല്ലും കപ്പം ഇതൊക്കെ എല്ലാവർക്കും ഇവിടെയൊക്കെ അങ്ങനെ എല്ലും കപ്പയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ എല്ലിൻ്റെ കൂടെ തന്നെ ചക്കയുണ്ടെങ്കിൽ ചക്ക ഇട്ടിട്ട് വയ്ക്കും അങ്ങനെയൊക്കെ. അപ്പോൾ പിള്ളേർക്കും അത് രസമാണല്ലോ, എല്ലാവരും കൂടി ആകുമ്പോൾ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഇത് മിക്സ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് കഴിച്ചാൽ മതി. നിങ്ങളുടെ എവിടെയൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കണം? ചില സ്ഥലത്തൊക്കെ ഇത് തേങ്ങ വറുത്തരച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണോ ഉണ്ടാക്കണേന്നൊന്ന് പറയണേ. അപ്പം നമ്മുടെ എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്തേക്ക് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അതൊരു ഇച്ചിരി കൂടി ടേസ്റ്റ് കൂട്ടും ആ സംഭവത്തിന്. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കഴിക്കാം എന്ന പരിപാടിയായി. ഇത്തിരി കുരുമുളക് ചതച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കണത് എന്താണ് ചതക്കണേ. കാരണം ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇടാനായിട്ട് ഇതിന് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം നമ്മുടെ വാഴയിൽ നിറച്ച് വാഴയിലേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് വാഴയിൽ അവിടെയാണെങ്കിൽ ഇങ്ങനെ വാഴയിലേക്ക് ഉണ്ട്. ഞങ്ങൾ വെക്കേഷൻ അവിടെയുള്ള. അപ്പം വാഴയിലേക്ക് അവൾ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ വാഴയിലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കും എല്ലാവർക്കും നമുക്ക് വാഴയിലയിൽ കഴിക്കാം എന്ന് വിചാരിച്ചു വാഴയിലേക്ക് ഞങ്ങൾ വെട്ടിയെടുക്കുവാണ് കേട്ടോ. ഒരു രസം. ഇടയ്ക്കൊക്കെ പിള്ളേരൊക്കെ വാഴയിലയിലൊക്കെ ഒന്ന് കഴിക്കണ്ടേ അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എപ്പോഴാണ് കഴിക്കണം? വാഴയിലൊന്നും കഴിക്കില്ലല്ലോ. എല്ലാവരും പ്ലേറ്റിനകത്തല്ലേ. പ്ലേറ്റ് ഉണ്ടെങ്കിലാണ് എല്ലാവരും നിലത്തിരുന്ന് കഴിക്കലില്ല, ഡൈനിങ് ടേബിളിലേ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് ഇതുപോലെ വാഴയിലേക്ക് ഇട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അധികമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഒരു കഴിക്കലുണ്ട് കേട്ടോ. അത് ഭയങ്കര രസമാണല്ലേ. അതൊരു പ്രത്യേക ഒരു ഇതാണ്, ഒരു വൈബാണത്. അത് നമ്മൾ ഡൈനിങ് ടേബിളിൽ സെപ്പറേറ്റ് ഇരുന്ന് തോന്നുന്ന നേരത്തിരുന്ന് കഴിക്കണം ആ ഒരു ഇതല്ലല്ലോ. ഇതൊരു പ്രത്യേക ഫീലല്ലേ. നമുക്കിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിലിരുന്ന് ഈ മൊബൈലൊന്നും ഇല്ലാതെ അതൊക്കെ മാറ്റി വെച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ ഒരു രസമാണല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ 4 മണിക്കത്തെ മറ്റേ ഇതാണ് കേട്ടോ, കപ്പ ബിരിയാണിയാണേ. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക് കഴിക്കാനായിട്ട്. ഇതും ഞങ്ങൾ പിന്നെ മധുരം ഇടാത്ത കട്ടൻ ചായ, അതാണ് അതിൻ്റെ കൂടെ ഒരു രസം. മധുരം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മധുരം ഇടാത്ത ഒരു കട്ടൻ ചായ, അതിങ്ങനെ ചായപ്പൊടി അധികം ഇല്ലാതെ ഇങ്ങനെ വെള്ളം ചേർത്ത്. അപ്പോൾ അതും കൂടെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.